നമസ്കാരം. 8 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറായി നിയോഗിക്കാൻ വിസമ്മതിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. കോൺഗ്രസുകാരനായ കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്ന് BJP അംഗമായ ഭർതൃഹരി മസ്താബായിരിക്കും പ്രോടൈം സ്പീക്കർ എന്നാണ് രാഷ്ട്രപതി ഭവന്റെ അറിയിപ്പ്. ദളിതനായതുകൊണ്ടാണോ കൊടിക്കുന്നിലിനെ പ്രോടൈം സ്പീക്കർ ആക്കാത്തതെന്നാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ചോദ്യം. പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹബ് അംബേദ്കറുടെയും പ്രതിമകൾ നീക്കം ചെയ്തതിലും ദളിത് വിദ്വേഷം പ്രകടമാണെന്ന് കോൺഗ്രസ് പറയുന്നു. ദളിത് വിരോധമോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, BJP PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ A സമ്പത്തിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം പ്രൊഫസർ PJ കുര്യൻ, നോക്കൂ, ഏറ്റവും സീനിയോറിറ്റിയുള്ള ലോക്സഭാംഗത്തെയാണ് സാധാരണഗതിയിൽ പ്രോടൈം സ്പീക്കറാക്കാറുള്ളത്. ആ നിലയിലുള്ളൊരു കീഴ്വഴക്കമുണ്ട്. പക്ഷേ ആ കീഴ്വഴക്കം പല ഘട്ടങ്ങളിലും മറികടന്നിട്ടുണ്ട്. 1956-ലും 1977-ലും ഒക്കെ തന്നെയും. കഴിഞ്ഞ ലോക്സഭയിൽ മേനകാ ഗാന്ധി ആയിരുന്നു ഏറ്റവും സീനിയർ. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വീരേന്ദ്രകുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കീഴ്വഴക്കം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് കൊടിക്കുന്നിലിനെ മറികടന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായും തെറ്റുണ്ട്. കാരണം ഒരു കീഴ്വഴക്കം മറികടക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണവും ഉണ്ടാകണം, ഒരു ന്യായം വേണം. ഇവിടെ എന്താണ് ന്യായം? 8 വർഷം 8 ടേംസ് 8 പ്രാവശ്യം MP ആയിരുന്ന സീനിയറായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ ആ ഹൗസിലുള്ളതിൽ ഏറ്റവും സീനിയറായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ, പ്രത്യേകിച്ച് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുമാണ്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളെ ആക്കേണ്ട കാരണം എന്താണ്? ഒരു കാരണവുമില്ല. ആകെയുള്ള കാരണം അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ഇത് BJPയുടെ ദളിത് വിരോധം വളരെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് ഒരു കോൺഗ്രസ്സുകാരനുമായതുകൊണ്ട് ആണത്. കാര്യം കോൺഗ്രസ്സിന് അർഹമായ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അർഹമായത് എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. കോൺഗ്രസ്സിന് കഴിഞ്ഞ 10% അംഗങ്ങൾക്ക് 1-2 പേര് കുറവുള്ള എന്ന ഏക കാരണത്താൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഞങ്ങൾക്ക് നിഷേധിച്ചു. അതേസമയത്ത് അസംബ്ലിയിൽ ഡൽഹി അസംബ്ലിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോൾ കേവലം 2-3 അംഗങ്ങളുള്ള BJP അന്ന് പ്രതിപക്ഷ സ്ഥാനം സ്വീകരിച്ചു. അപ്പോൾ കോൺഗ്രസിനെ അംഗീകരിക്കാതിരിക്കുക, പ്രതിപക്ഷത്തെ ശബ്ദത്തെ അംഗീകരിക്കാതിരിക്കുക, അതുപോലെ തന്നെ ദളിതരെ പൂർണ്ണമായി ഇൻസൾട്ട് ചെയ്യുക, അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കീഴ്വഴക്കം ലംഘിക്കാൻ അല്ലെങ്കിൽ എന്താ കാരണമെന്ന് പറയുവാൻ വാസ്തവത്തിൽ പ്രസിഡന്റിന് ഞാനൊരു കാര്യം വിചാരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ എല്ലാം രാഷ്ട്രപതിയാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആ രാഷ്ട്രപതിയെ കൊണ്ട് ഇങ്ങനെ ദളിത് വിരുദ്ധമായ ഒരു ഓർഡറിൽ ഒപ്പിടിച്ചത് ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒരു പാരലലുമില്ല. വാസ്തവത്തിൽ കീഴ്വഴക്കം ഇതിനു മുമ്പ് ലംഘിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവിടെ എന്താ പ്രത്യേക സാഹചര്യം? ഇവിടെ ദളിതാണെന്നുള്ള ഒരു പ്രത്യേക സാഹചര്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതാനായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രമം. അതിനുവേണ്ടിയാണല്ലോ 370-400 സീറ്റ് വേണമെന്ന് ജനങ്ങളോട് പറഞ്ഞത്. അതേതായാലും ജനങ്ങൾ കൊടുത്തില്ല. ഭരണഘടനയെ മാറ്റുവാൻ ജനങ്ങൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ അംബേദ്കറെയും അതുപോലെ ദളിത് വിഭാഗത്തിലുള്ളവരെയും ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള നടപടി വീണ്ടും അവർ ചെയ്യുന്നു. ഇത് ദളിത് സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. ഡോക്ടർ അംബേദ്കറോട് കാണിച്ച ഇൻസൾട്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പ്രൊഫസർ PJ കുര്യൻ, ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കർ ആക്കാത്തതിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായിട്ടില്ല.
2014 മുതൽ 2024 വരെയുള്ള 2 പാർലമെൻറ്റിൽ ശരിയാണ് നമുക്കറിയാവുന്നതുപോലെ അങ്ങ് അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു അംഗീകൃത പ്രതിപക്ഷത്തിനുള്ള അംഗസംഖ്യ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. ഈ 2 ലോക്സഭകളിലും പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഭരണപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. സമാനമായ വിധത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 99 അംഗങ്ങളുണ്ടാകും, 240-ലധികം അംഗങ്ങൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ആകെ ഉണ്ടാകും പ്രതിപക്ഷത്തിന്. അങ്ങനെയാണെങ്കിൽ തന്നെയും പഴയ രീതിയിൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് പാർലമെൻ്ററി പ്രൊസീജിയേഴ്സിനെ മറികടന്നുകൊണ്ട് പോകും മൂന്നാമത്തെ പാർലമെൻറ്റിലും, തുടർച്ചയായ മൂന്നാമത്തെ പാർലമെൻറ്റിലും എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന് അനുമാനിക്കാമോ പ്രൊഫസർ പി ജെ കുര്യൻ? തീർച്ചയായും അങ്ങനെയുള്ള ഒരു തെറ്റായ മെസ്സേജാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രീ നികേഷ് ഒരു കാര്യം പറയാം. ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുവാൻ, ഒരു പ്രതിപക്ഷത്തു നിന്ന് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ എടുക്കുവാൻ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം വേണമെന്നില്ല, ഇത്ര നമ്പർ വേണമെന്നില്ല. പ്രതിപക്ഷത്ത് ആരെ വേണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാക്കുവാൻ ഗവൺമെൻറ് കഴിയുമായിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറെ എടുക്കാതിരുന്നത് ജനാധിപത്യത്തോടുള്ള അവഹേളനവും പ്രതിപക്ഷങ്ങളെ ഒന്നടങ്കം അവഹേളിക്കുന്നു, പ്രതിപക്ഷങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ആ ഒരു സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യവും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും 10% അംഗങ്ങളില്ലേലും ഒരു പ്രതിപക്ഷ നേതാവിനെ അപ്പോയിന്റ് ചെയ്യാൻ സ്പീക്കർക്ക് കഴിയും. അതും ചെയ്തില്ല. അപ്പോൾ കഴിഞ്ഞ 2 പാർലമെന്റിലും, അതായത് പ്രത്യേകിച്ച് NDAയുടെ 2ാം ഗവൺമെന്റിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായി അവഹേളിക്കുകയും പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ തമസ്കരിക്കുകയും ജനാധിപത്യ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ചത്. അതേ സമീപനം ഇപ്പോഴും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തെ ഏറ്റവും പ്രഗത്ഭമായ പാർട്ടി, 100-ലധികം സീറ്റ് ലഭിച്ച ആ പാർട്ടിയെപ്പോലും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത്. അത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിശ്വാസമില്ലായ്മയാണ്. ജനാധിപത്യത്തെയും പാർലമെന്റ് ജനാധിപത്യത്തെയും തകർക്കുന്ന പരിപാടികളാണ് കഴിഞ്ഞ NDA ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അദ്ദേഹം തുടരും എന്നതാണ് ഈ പരിപാടിയിൽ നിന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രൊഫസർ പി ജെ കുര്യൻ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ. PDT ആചാര്യ കൂടി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭയിൽ 8 ലോക്സഭകൾ കണ്ടിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷും വീരേന്ദ്രകുമാറുമാണ് 8 ലോക്സഭ കണ്ടിട്ടുള്ള 2 അംഗങ്ങൾ. അതിൽ വീരേന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തെ പ്രൊട്ടം സ്പീക്കറാക്കാൻ കഴിയില്ല. പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണുള്ളത്. പക്ഷേ കൊടിക്കുന്നിലിനെ ആക്കാതെ 7 ലോക്സഭ കണ്ട ഒരു BJP-ക്കാരനെ പ്രൊട്ടം സ്പീക്കറാക്കിയതിന് എന്ത് ന്യായീകരണം? അല്ല, BJP-യുടെ അംഗം ശ്രീ ഭർത്തൃഹരി അദ്ദേഹം 7 തവണ തുടർച്ചയായി പാർലമെന്റിൽ ലോക്സഭയിൽ ജയിച്ച ആളാണ്. എന്നാൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 2004 പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ 7 ടൈംസ് ഇൻ എ റോ, ഒരു ഒറ്റ നിരയിൽ 7 തവണ ജയിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് യാതൊരു അയോഗ്യതയുമില്ല. അദ്ദേഹത്തെ ആക്കുന്നതിൽ യാതൊരു തെറ്റും, അതായത് യാതൊരു തരത്തിലുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനവും ഇല്ല. പിന്നെ കോൺഗ്രസ്സുകാർ കീഴ്വഴക്കങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. ലോകസഭയിൽ, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും നാം കടമെടുത്ത പാർലമെന്ററി ജനാധിപത്യത്തിൽ ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് പ്രധാനമന്ത്രിമാരുണ്ടാവുക. ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ആവാറില്ല. ഇവിടെ രാജ്യസഭയിൽ നിന്നും 10 വർഷം പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ്. അന്ന് കീഴ്വഴക്കങ്ങളോട് കോൺഗ്രസ്സുകാർക്ക് യാതൊരു മമതയും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കോൺഗ്രസ്സുകാർ ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇവിടെ കോടതി വിധി തന്റെ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരാൾ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളുടെ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന 42ാം ഭരണഘടനാ ഭേദഗതി മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കിയ കോൺഗ്രസ് നമ്മളെയൊക്കെ ജനാധിപത്യം പഠിപ്പിക്കുകയാണ്. നല്ല നമസ്കാരമുണ്ട് കോൺഗ്രസ്സുകാർക്ക്. പക്ഷേ 7 ടൈംസ് ഇൻ എ റോ, അല്ലെങ്കിൽ തുടർച്ചയായി പാർലമെന്റ് അംഗമായി ലോക്സഭാ അംഗമാകുന്നവരെയാണ് സീനിയറായി പരിഗണിക്കുക എന്നുള്ളത് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്?
അല്ല, ഈ കീഴ്വഴക്കങ്ങൾ അങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചേരി. ഇനി അങ്ങനെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാത്തവരാണോ കോൺഗ്രസ്സുകാർ? ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ധാർമ്മിക അധികാര കോൺഗ്രസ്സുകാർക്ക് കീഴ്വഴക്കങ്ങളെ പറ്റി പറയാൻ? അല്ല, കോൺഗ്രസ്സുകാരന്റെ ഇവര് അവകാശവാദത്തെ കുറിച്ചല്ലല്ലോ, നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, നാട്ടിലെ ജനങ്ങളോട് BJPക്ക് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? അതെ, അത് 7 തവണ തുടർച്ചയായി ജയിച്ച ആൾക്കാണ് കീഴ്വഴക്ക പ്രകാരം കൂടുതൽ സാധ്യത എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെ പുസ്തകത്തിലുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? പുസ്തകത്തിൽ പറയാത്ത കാര്യമാണല്ലോ കീഴ്വഴക്കങ്ങൾ. ഈ കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റിട്ടൺ ലോ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് റിട്ടൺ. അത് പാലിച്ചു വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആവാൻ പാടില്ല. എങ്ങനെയാ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആവുക? 10 വർഷത്തിൽ എപ്പോഴെങ്കിലും ലോക്സഭയിലേക്ക് മത്സരിച്ചോ? ആദ്യം പോട്ടെ പ്രധാനമന്ത്രിയായി, രണ്ടാമത് മത്സരിച്ചോ? ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുണ്ടാവുക. ഒരിക്കലും ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പ്രധാനമന്ത്രിമാർ വരാറില്ല. അപ്പൊ ജനങ്ങളെ നേരിട്ട് മത്സരിച്ച് ജയിക്കാതെ 10 വർഷം ഭരിച്ചില്ലേ? അപ്പൊ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് ആർ നോട്ട് റിട്ടൺ ലോ. 7 വർഷം 7 തവണ തുടർച്ചയായി ലോക്സഭ അംഗമായ ആൾക്ക് ഈ എന്താ പറയാ, ഒരു തവണ തോറ്റു. അതിനിടയിൽ ഒരു തവണ തോറ്റിട്ടുണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ യോഗ്യത ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം. ശരി, വിചിത്രമായ വാദമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ശ്രീ എ സമ്പത്ത്, ഒരു തവണ തോറ്റത് കൊണ്ട് തുടർച്ചയായി ജയിച്ച BJP അംഗത്തെ, അതായത് 7 തവണ തുടർച്ചയായി ജയിച്ച BJP അംഗത്തെ പ്രൊട്ടം സ്പീക്കർ ആക്കുന്നു എന്ന ന്യായം എത്ര കണ്ട് ശരിയാണ്? നികേഷേ, ഇവിടെ BJPയുടെ പ്രതിനിധി വല്ലാതെ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കറുടെ നിയമനമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെ ഞാൻ മറ്റൊരു പദം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിച്ചതാണ്. ന്യായീകരിക്കാൻ വേണ്ടിയുള്ള വല്ലാതെയുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അദ്ദേഹം, BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ശ്രീ പത്മനാഭൻ ഇതിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വാദമുഖങ്ങൾ ഈ പുസ്തകത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതപ്പെട്ടിട്ടുള്ളതാണോ എന്ന് അദ്ദേഹം പറയുക. ഒന്ന്. രണ്ട്, ഇത് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് അല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ, ഇത് മറ്റൊരു പുസ്തകമാണ്. നികേഷ്, ഈ പുസ്തകത്തിൽ എവിടെയാണ് അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾ, ഈ 2 പുസ്തകത്തിൽ എവിടെയാണ് അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾക്ക് സാർത്ഥകമായ നിലയിൽ, ഉപോദ്ബലകമായ നിലയിൽ അങ്ങനെ ചെയ്യുക എന്ന നിലയിൽ പറയുന്നത്? ഇനി എന്തുകൊണ്ടാണ് ഞാനിതിപ്പോൾ ആശ്രയിച്ചത് എന്ന് കൂടി പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 94, ആർട്ടിക്കിൾ 94, അനുച്ഛേദം 95 1 2, ആർട്ടിക്കിൾ 95 1 2 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഏകദേശം മലയാള പരിഭാഷയിൽ ഞാനതിൻ്റെ അർത്ഥം മാത്രം പറയുകയാണ്, അത് മുഴുവൻ വായിക്കുകയല്ല, ഇവിടെ വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുന്നില്ല. സ്പീക്കറുടേതായ ആ ഓഫീസ് ഓഫ് ദ സ്പീക്കർ, ആ സ്പീക്കർ പദവി വേക്കൻ്റായാൽ, ഒഴിവ് വന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ ആ പദവി, ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതും, അത് ഒഴിവ് വന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി മറ്റൊരാളെ അത്തരത്തിൽ നിയമിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുച്ഛേദം 94-ലും 95-ലും വിവക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ലോക്സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗം ആണ് പ്രോട്ടം സ്പീക്കറായി അത്തരത്തിൽ നിയമിക്കപ്പെടുക അല്ലെങ്കിൽ നിയുക്തനാവുക. അത് രാഷ്ട്രപതിയാണ് അത്തരത്തിലൊരു ഉത്തരവോടുകൂടി അങ്ങനെ ആ ചുമതല അദ്ദേഹത്തിൽ അർപ്പിക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതി അത് അർപ്പിക്കുന്നു ആ ചുമതല എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഷാൽ ആക്ട് അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സ്, അല്ലേ? എന്ന് വെച്ചാൽ യൂണിയൻ ക്യാബിനറ്റിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതായത് BJP തീരുമാനിച്ചു, BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ക്യാബിനറ്റ് തീരുമാനിച്ചു 8 തവണ ലോക്സഭാംഗമായി. ഈ 2 പേരും എൻ്റെ ചങ്ങാതിമാരാണ്, അതുകൂടി പറയാം. 2 പേരോടൊപ്പം ഞാൻ 1-ലേറെ തവണ ലോക്സഭാംഗമായിരുന്നതാണ്. തുടർച്ചയായി 10 കൊല്ലം അവരുടെ 2 പേരോടൊപ്പവും ലോക്സഭാംഗമായിരുന്നതാണ്. 2 പേരും ചങ്ങാതിമാരാണ്. പക്ഷേ ഇതിൽ
രാഷ്ട്രീയമല്ല കലർത്തേണ്ടത്, ഭരണഘടനാ മൂല്യങ്ങളും കീഴ്വഴക്കങ്ങളും പാർലമെൻ്ററി ചട്ടങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. 8 തവണ ലോക്സഭാ അംഗമായിരുന്ന വ്യക്തി ആരോ ആവട്ടെ, അദ്ദേഹത്തെ മാറ്റി നിർത്തുക, ആ മാറ്റി നിർത്തുന്നതിന് ഒരു ന്യായവും നമുക്ക് പറയാനായി ഇല്ലാതിരിക്കുക. പറയുന്നത് അദ്ദേഹം ഒരു തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് അല്ല, ഒരു തവണയല്ല ഒന്നിലേറെ തവണ തോറ്റു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ BJP അംഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കുന്നതെങ്കിൽ അദ്ദേഹം BJP അംഗമായത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലാണ്. 7 തവണ അദ്ദേഹം മത്സരിച്ചതിൽ അദ്ദേഹം BJDയുടെ ബിജു ജനതാദളിൻ്റെ നേതാവായിരുന്നു. ലോക്സഭയിൽ ബിജു ജനതാദളിൻ്റെ ഗ്രൂപ്പ് ലീഡറായിരുന്നു അദ്ദേഹം. ഈ അടുത്തിടെയാണ് അദ്ദേഹം BJPയിലേക്ക് ചേർന്നത്. അതുകൊണ്ട് അദ്ദേഹം BJP അംഗമാണ് എന്ന് BJP അതുകൊണ്ട് അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊന്നും കൂടി പറയാം, ഇദ്ദേഹം മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയിൽ അംഗമായിരുന്നെങ്കിലും ഇപ്പോൾ ശ്രീ പത്മനാഭൻ പറഞ്ഞ ഈ ന്യായങ്ങളെല്ലാം അവിടെയും വരുമായിരുന്നു. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരാൾ തന്നെ ആവണമെന്ന്? ഇനി വേറൊരു കാര്യം, ഞാൻ നിർത്തുന്നതിനും 1 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഞാൻ ന്യായീകരിക്കേണ്ട നാളൊന്നുമല്ല അത് അത്തരം കാര്യത്തിൽ. പക്ഷേ ലോക്സഭയിൽ അംഗമായിരിക്കുന്ന ആൾ തന്നെയായിരിക്കണം പ്രധാനമന്ത്രിയെന്നോ മറ്റേതെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ അംഗങ്ങളെന്നോ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഐദർ ഓഫ് ദ ഹൗസസ്, ഈ പറയുന്ന ലോക്സഭയിലോ രാജ്യസഭയിലോ, അതായത് ഹൗസ് ഓഫ് ദ പീപ്പിളിലോ അല്ല കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സിലോ അംഗമായിരിക്കണമെന്നുമില്ല. അവിടെ ആ ചുമതല ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, മുമ്പ് ദേവഗൗഡ അത്തരത്തിൽ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ പ്രധാനമന്ത്രിയായി കടന്നു വരുമ്പോൾ അവിടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും ചെയ്യുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹം BJPയുടെ സഖ്യകക്ഷിയാണെന്ന കാര്യം മറന്നു പോകരുത്. IK ഗുജറാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഇന്നേറോ തുടർച്ചയായി ലോക്സഭാംഗമായിട്ടുള്ള ആളായതുകൊണ്ടാണ് 7 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗത്തെ പ്രൊട്ടൈം സ്പീക്കറാക്കിയിട്ടുള്ളത്. കൊടിക്കുന്നിൽ ആ നിലയിൽ 8 തവണ തുടർച്ചയായി ജയിച്ച ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ പ്രൊട്ടൈം സ്പീക്കറായി മനേകാ ഗാന്ധിയെ വെക്കാൻ പാടില്ല. മനേകാ ഗാന്ധി 1991 മുതൽ 96 വരെ സഭാംഗമായിരുന്നില്ല, ലോക്സഭാംഗമായിരുന്നില്ല. പക്ഷേ മനേകാ ഗാന്ധിയെ കഴിഞ്ഞ തവണ പ്രൊട്ടൈം സ്പീക്കറായി പ്രഖ്യാപിച്ചു. പക്ഷേ അവർക്ക് കേന്ദ്രമന്ത്രി പദവി കൊടുത്തില്ല എന്ന കാരണത്താൽ ആ പദവിയിൽ താല്പര്യപ്പെട്ടില്ല. അതിനുശേഷമാണ് വീരേന്ദ്രകുമാറിനെ പ്രൊട്ടൈം സ്പീക്കറാക്കിയിട്ടുള്ളത്. PDT ആചാര്യ ടെലിഫോൺ ലൈനിലുണ്ട്. PDT ആചാര്യ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം സർ. നേരത്തെ BJPയുടെ പ്രതിനിധി ഉന്നയിച്ച ഒരു വിഷയം, ഈ തുടർച്ചയായി ജയിച്ചതുകൊണ്ടാണ് BJPയുടെ ലോക്സഭാംഗത്തെ പ്രൊട്ടൈം സ്പീക്കർ ആക്കിയത്. കൊടിക്കുന്നിൽ 1 തവണ തോറ്റിട്ടുണ്ട്. അങ്ങനെയാണ് പ്രൊട്ടൈം സ്പീക്കർ എന്ന കീഴ്വഴക്കം കൊടിക്കുന്നിൽ കിട്ടാതെ പോയത്. അങ്ങനെയുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെയില്ല. ഏറ്റവും കൂടുതൽ വർഷങ്ങൾ സഭയിൽ ഉണ്ടായിരുന്ന ആളിനെയാണ് സാധാരണ പ്രോട്ടൈം സ്പീക്കർ ആക്കുന്നത്. അല്ല കണ്ടിന്യൂസ് ആയിട്ട് വരണം അങ്ങനെ അതിനൊരു ലോജിക്കും ഇല്ലല്ലോ. അതെന്ത് ലോജിക്കാണുള്ളത്? ഏറ്റവും കൂടുതൽ വർഷങ്ങൾ സഭയിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല, അങ്ങനെയുള്ള കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ഇടയ്ക്ക് ബ്രേക്ക് വന്നൊക്കെ ആളുകളൊക്കെ. പക്ഷേ അത് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ സർ, ഇത് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ്. രാഷ്ട്രപതി ഭവൻ സാധാരണഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അനുസരിച്ചാണ്. അതെ, അത് ഈ പാർലമെന്റ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ഫയൽ അയക്കുന്നത്. ആ ഫയലിൽ അവര് തീർച്ചയായിട്ടും കാരണങ്ങൾ കാണിക്കും. കാരണം കീഴ്വഴക്കത്തിൽ നിന്ന് മാറി ഉള്ള ഒരു തീരുമാനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി പ്രസിഡന്റിനെ ധരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും കാരണം എഴുതി കാണും. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കറിയത്തില്ല. ആ ഫയല് എന്താണ് എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇപ്പൊ നമ്മുടെ ഈ കോളൻ ഷക്തറും അതുപോലെ തന്നെ ഈ പാർലമെന്റിന്റെ എല്ലാ ഈ പ്രധാനപ്പെട്ട അതോറിറ്റേറ്റീവായിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെയും തന്നെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ സഭയിൽ സെർവ് ചെയ്തിട്ടുള്ള ഒരാളിനെയാണ് സാധാരണ പ്രോട്ടൈം സ്പീക്കർ ആയി വെക്കുന്നത്. ഈ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് 2 ദിവസം, അതായത് പ്രത്യേകിച്ചും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്നാണ് ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ 99 അത് നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്പീക്കറുടെ എലക്ഷൻ, ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു പ്രോട്ടൈം സ്പീക്കർക്ക് നിർവഹിക്കാനുള്ളത്.
അല്ലാതെ അത് വലിയ ഭയങ്കരമായ ഒരു എന്തോ ഒരു കാര്യമൊന്നും അല്ലത്. അതെ, പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ലോക്സഭ പോലെ അല്ലല്ലോ പുതിയ ലോക്സഭ എന്ന് പറയുന്നത്. ഇന്ത്യ ബ്ലോക്കിന് പ്രതിപക്ഷത്തിന് 240-ലേറെ അംഗങ്ങളുണ്ട്. ആദ്യത്തെ 2 ദിവസം നമുക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ്. മൂന്നാമത്തെ ദിവസം സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. സ്പീക്കർ പദവി വേണമെന്ന് TDP ആവശ്യപ്പെട്ടതായി വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ BJP ആയിരിക്കും സ്പീക്കർ പദവിയിലേക്ക് തിരികെ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിനകം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് ഇതിനകം ഒരു NDA സഖ്യകക്ഷി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ആ നിലയിലൊരു ആശങ്ക ആ ഘട്ടത്തിലുണ്ടായി. ഇപ്പോൾ സ്പീക്കർ പദവി അങ്ങേക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു പ്രമേയമായിട്ടാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ആ പ്രമേയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രൊട്ടൈം സ്പീക്കറിന് ഇടപെടാനുള്ള സാധ്യതകളുണ്ടോ? ആ നിലയിലുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം, സ്പീക്കറുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവാവുന്ന ഒരു കൺസെൻസസ് ആണ്. എല്ലാവരും കൂടെ ആലോചിച്ചിട്ടേ ഒരു കൺസെൻസസിന്റെ ബേസിസിൽ സ്പീക്കറുടെ ഇലക്ഷൻ സ്പീക്കറെ തിരഞ്ഞെടുക്കുക, അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അതല്ല എങ്കിൽ പിന്നെ വോട്ടിങ്ങിന് ഇടേണ്ടി വരും. അത് പ്രമേയങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ റൂളിംഗ് പാർട്ടി, അതായത് ഭരണകക്ഷി ഒരാളിന്റെ പേര് വെച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷത്ത് അവരുടെ ആരെങ്കിലും ഒരു കാൻഡിഡേറ്റ് കാണും, അങ്ങനെ അവർ അവതരിപ്പിക്കും. അത് ഏറ്റവും അപ്പോൾ ഓരോ പ്രമേയം ഇങ്ങനെ വോട്ടിനിടും. അത് ഗവൺമെന്റ് പ്രമേയമാണ്. ഈ ഇൻ പോയിന്റ് ഓഫ് ടൈം ആദ്യം വന്നുവെങ്കിൽ അത് ആദ്യം ഇടും. അതിട്ട് കഴിഞ്ഞ് അതിന്റെ വോട്ട് നടത്തി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഒരെണ്ണം ആവശ്യമേ വരത്തില്ല. ഇങ്ങനെയാണ്, വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണത്. അവിടെയെങ്ങും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്രമേയം എഴുതി കൊടുക്കുമ്പോൾ, പ്രമേയം എന്ന് പറയുമ്പം അതിന് മോഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് റൂൾ അനുസരിച്ച് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എക്സാമിൻ ചെയ്യേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ അത് സ്വയം ചെയ്യുന്നില്ല, അത് സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടറി ജനറൽ ആണ് അതിന്റെ അഡ്വൈസ് കൊടുക്കുന്നത് സ്പീക്കർക്ക്. അതായത് ഈ മോഷൻ അല്ലെങ്കിൽ ഈ പ്രമേയം റൂൾസ് അനുസരിച്ച് ശരിയാണ്, വാലിഡാണ് എന്ന് പറഞ്ഞ് സ്പീക്കറുടെ മുമ്പിൽ ആ ഫയൽ കൊടുക്കുന്നത് സെക്രട്ടറി ജനറലാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഒപ്പിടിക്കുന്നു, ആ പ്രമേയം അഡ്മിറ്റ് ചെയ്യുന്നു. ഈ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു നടപടി മാത്രമേ സ്പീക്കർക്ക് അവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് ഹൗസിൽ വന്നത് വോട്ട് അത് ഇടുകയാണ്, അത് അവതരിപ്പിക്കുകയാണ്, അത് വോട്ടിലിടുന്നു, സഭ തീരുമാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പ്രോട്ടേം സ്പീക്കർക്ക് വേറെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഈ സത്യപ്രതിജ്ഞയ്ക്ക്, അതും സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയല്ല, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിലായിരിക്കണമെന്നാണ്. സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് വേറെ, അത് മന്ത്രിമാർക്കാണ്. അഡ്മിനിസ്റ്ററിംഗ് ഓത്ത് എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതല്ല. അതായത് മെമ്പർ ഷാൽ ടേക്ക് ഓത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഐദർ ദ പ്രസിഡന്റ് ഓർ സംബഡി അപ്പോയിന്റഡ് ബൈ ഹിം. ഇങ്ങനെയാണ് ആർട്ടിക്കിൾ 99 പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ചുമ്മാ വെറുതെ അവിടെ ഇരുന്നാൽ മതി ചെയറിൽ. ഈ 56-ലും സാർ, ഇക്കാര്യത്തിൽ 56-ലും 77-ലും പ്രൊട്ടൈം സ്പീക്കറായി സീനിയോറിറ്റി മറികടന്നുകൊണ്ട് DN തിവാരിയായിരുന്നു 77-ലൊക്കെ താങ്കൾ സഭയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സീനിയർ മോസ്റ്റ് ആയിരുന്നില്ല അന്ന് പ്രൊട്ടൈം സ്പീക്കർ ആയിരുന്നു. 77 മൊറാർജിയാണ്. അല്ല, അത് DN തിവാരി അന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കത്ര വ്യക്തമായി ഓർമ്മയില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് DN തിവാരി എന്ന് പറയുന്ന മെമ്പറെ എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ട്. DN തിവാരി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജഗജീവൻ റാമിന്റെ പാർട്ടിയിൽ, അതായത് CFD, കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞാണല്ലോ ജഗജീവൻ റാം മാറി വേറെ പാർട്ടി ഉണ്ടാക്കിയത്. അപ്പൊ ആ പാർട്ടിയിൽ ജനതാ പാർട്ടിയിലെ ഒരു അംഗമായിട്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് നിന്ന അതിലൊരാളാണെന്ന് തോന്നി DN തിവാരി എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പഴയൊരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഈ പ്രോട്ടേം സ്പീക്കർ ആക്ടിവിച്ചത്. പക്ഷെ അദ്ദേഹം അല്ലായിരുന്നു ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആള് എന്നാണ്. അങ്ങനെ ഒരു ഡിപ്പാർച്ചറാണത്, അത് സംശയമൊന്നും വേണ്ട. ഡിപ്പാർച്ചർ ആണെന്ന് പറയുമ്പോൾ 77-ലാണല്ലോ. ഇപ്പൊ 2024 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ സംഭവകാലങ്ങളെയും 77-ആയിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അപ്പോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉള്ള സമയങ്ങളിൽ ഡിപ്പാർച്ചർ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈ കഴിഞ്ഞ 75 വർഷത്തിനിടയ്ക്ക് 56-ലും 77-ലും മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ ആ ഒരു ഡിപ്പാർച്ചർ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയങ്ങളെല്ലാം കീഴ്വഴക്കം അനുസരിച്ച് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്.
ഡിപ്പാർച്ചർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്, 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 75 വർഷത്തിനിടയ്ക്ക് ഈ 2 പ്രാവശ്യം മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ കീഴ്വഴക്കം അനുസരിച്ച് തന്നെ പോകുന്നു എന്നുള്ളതാണ്. കീഴ്വഴക്കം ലംഘിക്കേണ്ടതായ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഈ 56 എന്ന് പറയുമ്പോൾ സീനിയർ മെമ്പർ എന്ന് പറയുമ്പോൾ ഒരു സഭയുടെ സീനിയോറിറ്റി മാത്രമേ അന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. പക്ഷേ 77ലേക്ക് വരുമ്പോഴേക്കും കീഴ്വഴക്കം പ്രധാനപ്പെട്ടതായി, 24ലേക്കൊക്കെ വരുമ്പോഴേക്കും അതിപ്രധാനമായി. കീഴ്വഴക്കം അതിനുശേഷം ഉണ്ടാക്കിയതാണല്ലോ. പക്ഷെ അന്നും ഈ സർദാർ ഹുക്കും സിംഗ് സീനിയർ മോസ്റ്റ് മെമ്പർ എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ പാർലമെന്റ് എന്ന് പറയുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞാണല്ലോ പിന്നെ ഇലക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് മെമ്പേഴ്സും ഒക്കെ അവരുടെ സീനിയോറിറ്റി ഒക്കെ ഇതിനകത്ത് കൗണ്ട് ചെയ്യുമെന്ന് വെച്ചു. ശരി, അതെ. ഏതായാലും 2 തവണ കീഴ്വഴക്കത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 56-ലും 1970. മറ്റൊന്ന്, താങ്കൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. കോൺഗ്രസ് അതിശക്തമായി ഇപ്പോൾ ഈ പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും പ്രതിമകൾ നീക്കം ചെയ്തതിനെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ബാബാ സാഹേബ് അംബേദ്കറുടെയൊക്കെ പ്രതിമ പാർലമെൻറ്റ് വളപ്പിലെ അപ്രധാനമായ ഒരു സ്ഥലത്തേക്ക്, നേരത്തെ രാജപ്രൗഢിയോടുകൂടി പഴയ പാർലമെൻറ്റിലെ മഹാത്മാഗാന്ധിയുടെയും BR അംബേദ്കറുടെയും പ്രതിമയുണ്ടായിരുന്നു. ഇപ്പോഴതൊരു പ്രത്യേക സ്ഥലത്ത് ആർക്കും കടന്നു ചെല്ലാനാകാത്ത വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. മാത്രമല്ല പാർലമെൻ്ററി കമ്മിറ്റിയോട് സാധാരണഗതിയിൽ അങ്ങനെ ഈ പാർലമെൻറ്റ് ഓരോ വസ്തുവകകളും ഈ തരത്തിൽ പാർലമെൻ്ററി കമ്മിറ്റികളുടെ നിശ്ചയപ്രകാരമാണോ തീരുമാനിക്കാറുള്ളത്? അതെ, അതിന് പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി ഓൺ സ്റ്റാച്യൂസ് ആൻഡ് പോർട്രേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ അധ്യക്ഷൻ സ്പീക്കറാണ്. അതിൽ എല്ലാ പാർട്ടിയുടെയും സീനിയർ മോസ്റ്റ് ഒരു മുഴുവൻ കേട്ടില്ല. എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണോ ആ കമ്മിറ്റി? അതെ അതെ. അപ്പൊ അതിന് ആ കമ്മിറ്റിയിലാണ് ഇത് തീരുമാനിക്കുന്നത്, ഏത് സ്റ്റാച്യു വേണം, എവിടെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റിയാണ്. ഇപ്പം ഈ സ്റ്റാച്യു ഒരിടത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത പരിപാടി അതങ്ങനെ നടന്നിട്ടില്ല. അപ്പൊ ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി വേണമായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റിയുടെ തീരുമാനം ഇല്ലാതെ ആരാണത് തീരുമാനിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയല്ല, അങ്ങനെ അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും പ്രതിമ ആ രീതിയിൽ അവിടുന്ന് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണത്. കാരണം അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അംബേദ്കർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അംബേദ്കറുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ ഗാന്ധിജിയെ കുറിച്ച് എന്താണ് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമേ ഇല്ലല്ലോ. കാരണം ഈ രാജ്യത്തിന്റെ മനസാക്ഷിയുടെ പ്രതീകങ്ങളാണ് ഇവരെല്ലാം. ഇവരെ അവിടുന്ന് മാറ്റി വേറൊരിടത്ത് കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും വളരെ നികേഷ് പറഞ്ഞ പോലെ അപ്രധാനമായ ഒരു സ്ഥലത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് തീരുമാനിച്ചെന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു കമ്മിറ്റി ആയിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് അതാണ് പറയാം. ഇപ്പോൾ പ്രതിപക്ഷ നേതൃപദവി നൽകുന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, സീനിയറായ ആളെ പ്രോട്ടേം സ്പീക്കർ ആക്കുന്നില്ല, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിൻ്റെയും ഭരണഘടനാ നിർമ്മാതാവിൻ്റെയും പ്രതിമകൾ നീക്കം ചെയ്യുന്നത് പ്രതിപക്ഷവുമായിട്ടോ കമ്മിറ്റിയുമായിട്ടോ കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർലമെന്ററി പ്രൊസീജിയറിൻ്റെ തന്നെ ലംഘനമായിട്ടാണോ അതിനെ കാണേണ്ടത്? അല്ലല്ല, ഇതൊക്കെ ഓരോ ഇഷ്യൂസ്. ഇത് പാർലമെന്റിന്റെ പ്രൊസീജിയർ എന്നുള്ളതല്ല, പാർലമെന്റ് പ്രൊസീജിയറിന്റെ ഒരു ലംഘനം ആകത്തില്ല. ഇത് പാർലമെന്റ് അനുവർത്തിച്ചു വരുന്ന ചില നടപടികളും കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഇപ്പൊ തന്നെ സ്റ്റാറ്റ്യൂസിന്റെ കാര്യം ഡീൽ ചെയ്യാൻ കമ്മിറ്റി ഉണ്ട്. അപ്പൊ ആ കമ്മിറ്റി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എത്ര പ്രാവശ്യം പാർലമെന്റിൽ ഒരു പ്രാവശ്യം കമ്മിറ്റി കൂടി അതിനകത്ത് ഭഗത് സിംഗിന്റെ സ്റ്റാച്യു വേണമെന്ന് പറഞ്ഞു. ഭഗത് സിംഗിന്റെ സ്റ്റാച്യു വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത്? ആരെങ്കിലും ഫൈനാൻസ് ചെയ്യാതെ പറ്റത്തില്ല എന്ന് വെച്ചു. അപ്പോൾ ഒരു പാർട്ടി പ്രത്യേകിച്ചും ആ പാർട്ടി പറഞ്ഞു ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാം. അതൊരു പ്രത്യേക റീജിയണൽ പാർട്ടിയാണ്, ഫൈനാൻസ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിന്റെ ഭഗത് സിംഗ് അവരുടെ ആളാണ്, അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കമ്മിറ്റിയിൽ തന്നെ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് തന്നെ അതിന്റെ ഫൈനാൻസ് ചെയ്യാം. ഞങ്ങൾ 45 ലക്ഷം രൂപ മറ്റുമാണ് ഞങ്ങളുടെ ബജറ്റിൽ നിന്ന് തന്നെ കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഭഗത് സിംഗ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പൊതുസ്വത്താണ്.
ഈ രാഷ്ട്രത്തിന്റെ മനസ്സാക്ഷിയുടെ പ്രതീകമാണ് ഭഗത് സിംഗ്. അല്ലാതെ ഒരു പ്രത്യേക സമുദായത്തിന്റെ ഒരു പാർട്ടിയുടെ ആളല്ല. അത് കാണിക്കാൻ വേണ്ടി ആ ഒരു പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും, അന്ന് ശ്രീ അഡ്വാണി, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന അരുൺ ജെയ്റ്റ്ലി, അങ്ങനെയുള്ള എല്ലാ സീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സും അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് അവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആ കമ്മിറ്റിയുടെ ഒരു പോക്ക്. ആ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു വാസം പറഞ്ഞ ഒരു കൺസെൻസസ് ആണ് അതിനകത്തുള്ളത്. അല്ലാതെ അവിടെ മജോറിറ്റി മൈനോറിറ്റി എന്നുള്ള ഒരു സംഗതി ഇല്ല അവിടെ ആ കമ്മിറ്റിയിൽ. വളരെ നന്ദി ഷിബി ഡി ടി ആചാരി ഇത്രയും വിശദീകരിച്ചതിന്. ശ്രീ രാജു പി നായർ, നേരത്തെ ഇവിടെ ഷിബി ഡി ടി ആചാരി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സ്പീക്കർ, ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ 22, 23 തീയതികളിൽ സത്യപ്രതിജ്ഞയാണ്. 24-ാം തീയതിയാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്. പ്രൊട്ടൈം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം മോഷൻ റൂൾസ് അനുസരിച്ചാണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അതും സെക്രട്ടേറിയറ്റാണ് മോഷൻ റൂൾസ് അനുസരിച്ചാണോ എന്ന് തീരുമാനിക്കുക. ആ നിലയിൽ കോൺഗ്രസിന് എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടായിരുന്നോ? അത് തിരിച്ചറിഞ്ഞിട്ടാണോ BJP ഏറ്റവും സീനിയറായ MP യെ പ്രൊട്ടൈം സ്പീക്കർ ആക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക? നികേഷ്, ഇത് കോൺഗ്രസിന്റെ അജണ്ടകളല്ല. ഇതിനകത്ത് മുഴുവൻ വരുന്നത് BJPയുടെ അജണ്ടകളാണ്. ആ അജണ്ടകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഒന്ന്, BJPയെ സംബന്ധിച്ചോളം BJP ഒരു സവർണ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയുടെ ആണ്. സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും RSSന്റെ ആശയങ്ങളും പേരുന്നവരാണ് BJP. നരേന്ദ്രമോദി താൻ OBC ആണെന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് BJPക്ക് ഒരിക്കലും പോകാൻ സാധിച്ചിട്ടില്ല. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വരുന്ന MP-മാർക്ക് ഒരു ദളിതന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ഉത്തർപ്രദേശ് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ള ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനകത്ത് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ആദിവാസി സ്ത്രീയുടെ മുന്നിലാണ്. ആദിവാസി സ്ത്രീയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം ആ ആദിവാസി സ്ത്രീക്ക് എന്ത് മാന്യതയാണ് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്? നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, കാരണം അവരിപ്പോ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ ആദിവാസി സ്ത്രീ എവിടെയായിരുന്നു? ഈ രാജ്യത്ത് സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും എല്ലാം നോക്കിക്കോളൂ. പക്ഷേ 500ഓളം വർഷങ്ങൾക്ക് പഴക്കം നിന്ന ഒരു വിഷയം ഈ രാജ്യത്ത് വളരെ അമിക്കബിളായി സമാധാനപരമായി സെറ്റിൽ ചെയ്തുകൊണ്ട് അവിടെ ഒരു അയോധ്യ രാമക്ഷേത്രം ഉയർന്നപ്പോ എവിടെയായിരുന്നു ആദിവാസി സ്ത്രീ? നികേഷ് ഒന്ന് പറയൂ. അപ്പൊ ഇവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അത് ആണ് ഇതിനകത്ത് ഏറ്റവും പറഞ്ഞോളൂ. അല്ല, കോടതി വിധി വന്നല്ലോ. ഞാൻ കോടതി വിധി എപ്പോഴും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ ഒരു വിധി ഉണ്ടായി, ആ വിധിക്കനുസരിച്ച് സെറ്റിലായി. അതിന് മറ്റ് ചർച്ചകൾ വേറൊരു വിഷയമാണ്. ഞാൻ വേണമെങ്കിൽ എന്റെ നിലപാട് പറയാം, അല്ലെ പാർട്ടിയുടെ നിലപാട് പറയാം. രാജു പിന്നാരിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മോടൊപ്പം ഉണ്ട്. കൊടിക്കുന്നിൽ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുക, അതുകൊണ്ടാണ് തടസ്സപ്പെടുത്തുന്നത് രാജു പി നായർ. ശ്രീ കൊടിക്കുന്നിൽ, താങ്കളാണ് പ്രോട്ടൈം സ്പീക്കർ ആകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 56-ലും 77-ലും കീഴ്വഴക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2024-ലും കീഴ്വഴക്ക ലംഘനം. അതിനെ ദളിത് വിവേചനം എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ 18ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ ഈ പ്രോട്ടൈം സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഏകകണ്ഠമായി റിപ്പോർട്ട് ചെയ്തത് 8ാം പ്രാവശ്യം ജയിച്ച സീനിയർ അംഗം എന്ന നിലയിൽ കോൺഗ്രസിൽ ഞാനാണ് പ്രോട്ടൈം സ്പീക്കറാകാൻ സാധ്യത എന്നുള്ളത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അത് പാർലമെന്റിന്റെ കീഴ്വഴക്കം അല്ലെങ്കിൽ ലോക്സഭയിലെ കീഴ്വഴക്കം അനുസരിച്ചാണ്. പഴയ ചരിത്രം ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത കാലത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ UPA ഭരിക്കുന്ന സമയത്തും കോൺഗ്രസ് നേതൃത്വം UPA ഭരിക്കുമ്പോഴും NDA ഭരിക്കുമ്പോഴും അത് നരേന്ദ്രമോദിനെ 2014-ൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കമൽനാഥ് ആയിരുന്നു പ്രോട്ടൈം സ്പീക്കർ. 9ാമത്തെ പ്രാവശ്യം കമൽനാഥ്, അത് കോൺഗ്രസിന്റെ MP ആയിരുന്നു കമൽനാഥ്. 9ാം പ്രാവശ്യം കമൽനാഥിനെ പ്രോട്ടൈം സ്പീക്കറാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതായത് 17ാം ലോക്സഭയിൽ ഞങ്ങൾ 2 പേര്, അതായത് മേനകാ ഗാന്ധി ആയിരുന്നു 8 പ്രാവശ്യം ജയിച്ച മേനകാ ഗാന്ധി, അവരെ കേന്ദ്രമന്ത്രിയാക്കാത്തതുകൊണ്ട് അവരെ റിഫ്യൂസ് ചെയ്തു പ്രോട്ടൈം സ്പീക്കർ. അതിന് പകരമാണ് ഞങ്ങൾ 2 പേര് 7 പ്രാവശ്യം ജയിച്ചത് വീരേന്ദ്രകുമാർ, ഞാനാണ്. BJPയുടെ ആളെന്ന നിലയിൽ വീരേന്ദ്രകുമാറിനെ അവർ വെച്ചു എന്നെ പ്രോട്ടൈം സ്പീക്കർ പാനലിലുമാക്കി. ഇത്തവണയും ഞാനും വീരേന്ദ്രകുമാറുമാണ് 8 പ്രാവശ്യം ജയിച്ചു വന്നത്. വീരേന്ദ്രകുമാർ
സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ് മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മന്ത്രിയായപ്പോൾ പിന്നെ 8 പ്രാവശ്യം ജയിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെയാണ് കീഴ്വഴക്കമനുസരിച്ച് ആക്കേണ്ടത്. ആ ഒരു ട്രഡീഷൻ പഴയകാല ചരിത്രമൊക്കെ പരിശോധിച്ചിട്ട് ആണ് ഇവരതിന് ന്യായീകരണം കണ്ടെത്തുന്നതെങ്കിൽ അതൊരു ന്യായീകരണത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 10-20 വർഷമായി അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് ഉള്ള പാർലമെന്റ് ലോക്സഭയുടെ കൺവെൻഷൻ അനുസരിച്ച് കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗം ഏറ്റവും കൂടുതൽ കാലാവധി പൂർത്തിയാക്കുന്ന അംഗമാണ്. അല്ല, അവിടെയാണ് കൊടിക്കുന്നത് എന്റെ ചോദ്യം. ദളിതനായതുകൊണ്ടാണ് താങ്കളെ മാറ്റി നിർത്തുന്നതെന്നാണോ പറയുന്നത്? അല്ല, അതിന് ഞാനല്ല പറയേണ്ടത്. അത് നമ്മുടെ സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പരാമർശിച്ച് ശരിയല്ല. എന്താണ് എൻ്റെ അയോഗ്യത, എന്നെ ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്താനുള്ള അയോഗ്യത എന്താണ്, അത് വിശദീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. അത് വിശദീകരിക്കേണ്ടത് BJP പ്രധാനമന്ത്രിയും അതുപോലെ പാർലമെന്ററി BJP അംഗം തുടർച്ചയായ 7 തവണ പാർലമെന്റിൽ എത്തിയ ആളാണ്. താങ്കൾക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നേരത്തെ BJP പ്രതിനിധി ശ്രീ പത്മനാഭൻ പറഞ്ഞത്. അല്ല, ആ ബ്രേക്ക് അതും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇയാൾ BJP അല്ലല്ലോ. ഇയാൾ കഴിഞ്ഞ 6 പ്രാവശ്യം ജയിച്ചു വന്നത് പത്രിയേരി മഹിത്താവ് BJD എന്ന് പറയുന്ന പാർട്ടിയിലാണ്. ആ പാർട്ടി പാർലമെന്റ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പാണ് BJP ചേർന്നത്, BJP അംഗമായത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് BJPയുടെ പാരമ്പര്യം ഇല്ലല്ലോ. BJPയുടെ പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണല്ലോ ഈ അടുത്ത മാത്രമാണ് ചോദിച്ചത്. BJD ആണ്, പിന്നീട് BJP ആയി, അവസാനത്തെ ഘട്ടത്തിൽ BJP ആയി എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ മനേകാ ഗാന്ധിയെ പ്രൊട്ടൻ സ്പീക്കറായി രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്തിരുന്നു അല്ലേ? മനേകാ ഗാന്ധിയെ റിഫ്യൂസ് ചെയ്തു. കാരണം അവരെ കേന്ദ്രമന്ത്രിയാകാനാണ് അവർ ആഗ്രഹിച്ചത്. അതെ, പക്ഷേ മനേകാ ഗാന്ധിയെ വിജ്ഞാപനം ചെയ്തതിന് ശേഷമാണോ മനേകാ ഗാന്ധി റിഫ്യൂസ് ചെയ്തത്? അതെ അതെ. അങ്ങനെയാണെങ്കിൽ 91 മനേകാ ഗാന്ധി തോറ്റിട്ടുണ്ട്. ഇതിപ്പോ അവര് BJPയുടെ നേതാക്കളെ വീണെടുക്കുന്ന ഉരുളുകയാണ്. അവർക്ക് ഇതിന് ന്യായീകരണം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവര് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. അവർ എന്നാ പിന്നെ ഏതോ ഒരു BJP നേതാവ് ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നു, എന്നാ പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്കുന്നത്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആക്കുന്നത് അത് പ്രോട്ടേം സ്പീക്കർ തമ്മിൽ എന്താണ് ബന്ധം? പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കനുസരിച്ച് മുതിർന്ന അംഗം ആകേണ്ട ഒരു സ്ഥാനമാണ്. അതും ഒപ്പോസിഷൻ ലീഡറുമായിട്ട് ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവര് BJP ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അത് വിശദീകരിക്കേണ്ട പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി, എന്റെ അയോഗ്യത എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിയായും അതുപോലെ പാർലമെന്ററി കാര്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രൊട്ടൻ സ്പീക്കറുടെ കാര്യത്തിൽ രാഷ്ട്രപതിയുടെ വിജ്ഞാപനമാണ്. അങ്ങനെയാണെങ്കിൽ സ്പീക്കർമാരായി വന്നിട്ടുള്ള എത്ര പേര് പാർലമെന്റിൽ ലോക്സഭയിൽ മത്സരിച്ച് തോറ്റ എത്ര ആളുകൾ പിന്നെ സ്പീക്കറായി? അപ്പൊ പ്രോട്ടേം സ്പീക്കർക്ക് മാത്രമാണോ തോൽവി? ഇക്കാര്യത്തില് ഒരു പ്രതിഷേധം ഉണ്ടോ? 95(1) പ്രകാരം ദ്രൗപദി മുർമു രാഷ്ട്രപതിയുടെ വിജ്ഞാപനമാണ്. അക്കാര്യത്തില് പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് ലോക്സഭയിൽ 24-ാം തീയതി ലോക്സഭ ചേരുമ്പോൾ ആ പ്രതിഷേധം ഉണ്ടാവുമോ? അല്ല, അത് ഇന്ത്യ സഖ്യമാണ്, കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യമാണ് തീരുമാനിക്കേണ്ടത്. അവര് തീർച്ചയായിട്ടും ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളും കോൺഗ്രസിന്റെ നേതാക്കളും ആലോചിച്ച് ഭാവി പരിപാടികൾ. ഇപ്പൊ 24-ാം തീയതി സഭ ചേരുമല്ലോ, 23-ാം തീയതി MP-മാരെല്ലാം എത്തും. ആ സമയത്ത് പാർട്ടി നേതൃത്വം അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ആലോചിച്ചായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്. ഇതുവരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും നീക്കം നടത്തുന്നതായി BJP സംശയിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 24-ാം തീയതിയും 25-ാം തീയതിയും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ മോഷൻ റൂൾ പ്രകാരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രൊട്ടം സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നിങ്ങൾ ആഗ്രഹിക്കുകയോ മുൻകൂട്ടി കാണുകയോ ചെയ്യുന്നുണ്ടോ? അല്ല, ലോക്സഭാ സ്പീക്കർ എപ്പോഴും സമവായത്തിലൂടെ, സഭയിലെ നാഥൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടി നാഥനാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു സമവായത്തിലാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. ഈ അടുത്ത ഞാൻ 9ാം ലോക്സഭ മുതൽ അംഗമായിട്ടുള്ള ആളാണ്. ഇടയ്ക്ക് 2 ബ്രേക്ക് വന്നെങ്കിലും 9ാം ലോക്സഭയാണ്. ആ എല്ലാം സമവായത്തിലാണ് സ്പീക്കറെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞല്ലോ. ഭരണപക്ഷത്തെ സമവായം വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഭരണകക്ഷിയാണ്. അതെ, ഡെപ്യൂട്ടി സ്പീക്കർ തരുവാണെങ്കിൽ ഒരുപക്ഷെ സമവായം ഉണ്ടാവും. ഡെപ്യൂട്ടി സ്പീക്കർ നൽകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് 17ാം ലോക്സഭയിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്.
അല്ല, അതിന്റെ ചർച്ച നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തേണ്ടത് ഗവൺമെന്റ് ഭാഗത്താണ്. പ്രധാനമന്ത്രിയും പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുന്ന ആളുകളുമായി പ്രതിപക്ഷമായി ചർച്ച ചെയ്ത് സ്പീക്കറുടെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണ്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ സമവായ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർ പറയും. അങ്ങനെ അതുമായി സംസാരിച്ച് സമവായത്തിലെത്തുകയാണ് പതിവ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ്, വ്യക്തമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. നന്ദി സഹകരിച്ചതിന്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. ശ്രീ ശിവത്മനാഭൻ, ഇവിടെ ഒരു ഘട്ടത്തിൽ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം വൈകുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. ഞാൻ വരാം താങ്കളിലേക്ക്. രാജു പി നായർ, എനിക്കറിയാം താങ്കളെ തടസ്സപ്പെടുത്തിയിട്ടാണ് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ശ്രീ ശിവത്മനാഭൻ, ഡെറോമത്ത് എന്ന് പറയുന്ന വാചകം യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-ക്കാണോ ചേരുക? അല്ല, ഞാൻ അത് പറയാം. അതിന് മുന്നേ രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ PJ കുര്യനും ശ്രീ രാജു പി നായരും പറഞ്ഞത് ഞങ്ങൾക്ക് എന്തോ ദളിത് വിരോധമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവരൊരു കാര്യം ഓർമ്മിക്കണം. 1997 കോൺഗ്രസ് KR നാരായണനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ട് പിന്തുണച്ചു? ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആവുന്നത് ഒരു നല്ല സന്ദേശമായിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുക എന്നുകൊണ്ട്. അതേ സമയത്ത് 2017 ഞങ്ങൾ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയായി പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ശ്രീമതി ദ്രൗപദി മുർമു അവർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അവരെ ഞങ്ങൾ രാഷ്ട്രപതിയായി പ്രഖ്യാപിച്ചപ്പോഴും കോൺഗ്രസ് എതിർത്തു. ഞങ്ങൾ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചവരാണ്. അന്ന് സർവ്വസമ്മതോടുകൂടിയാണ് ശ്രീ KR നാരായണൻ പ്രസിഡന്റായത്. ഞങ്ങൾ അനുകൂലിച്ചവരാ. പക്ഷെ ഇവരെതിർത്തു. ഒരു പട്ടികവർഗ സ്ഥാനാർത്ഥിയെയും ഒരു പട്ടികജാതി സ്ഥാനാർത്ഥിയെയും ഇവർ എതിർത്തു. അവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് എന്തോ വലിയ വിരോധമുണ്ടെന്ന്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. താങ്കൾ പറഞ്ഞത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 56 ലംഘിക്കപ്പെടുകയോ 77 ലംഘിക്കപ്പെടുകയോ? പിന്നെ ഒന്നും കൂടി സമ്പത്ത് സാറേ, 1967 ഞങ്ങളായിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി. 35 സീറ്റുള്ള ജനസംഘം. ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നില്ല. 1984 ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി TDP ആയിരുന്നു. 30 സീറ്റുള്ള TDP ആയിരുന്നു. അന്ന് നിങ്ങൾ രണ്ടാമത്തെ പാർട്ടിയാണ്, നിങ്ങൾക്ക് 20 സീറ്റ് ഉണ്ട്. അന്ന് ഒന്നാമത്തെ പാർട്ടിയായ TDP-ക്കും കൊടുത്തില്ല, രണ്ടാമത്തെ പാർട്ടിയായ CPM-നും കൊടുത്തില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ്സുകാർ പണ്ടും പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവരൊക്കെ ചെയ്യുമ്പോ കീഴ്വഴക്കങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഞങ്ങളുടെ ഭാഗത്തുനിന്നും അതോ ഇന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതാ ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്നു 7 തവണ തുടർച്ചയായി ജയിച്ച ആൾക്കാണ് ഒരു തവണ ബ്രേക്ക് വന്ന ആളെ വ്യക്തിയെ കിരൺ റിജിജു പറഞ്ഞാലും ശിവത്മനാഭൻ പറഞ്ഞാലും വസ്തുതാപരമായ തെറ്റാണെങ്കിൽ വസ്തുതാപരമായ തെറ്റാണ്. കഴിഞ്ഞ തവണ മനേകാ ഗാന്ധി 1991 തോറ്റ മനേകാ ഗാന്ധിക്ക് സീനിയോറിറ്റി വെച്ചിട്ടല്ലേ മനേകാ ഗാന്ധിയെ പ്രൊട്ടൈം സ്പീക്കറാക്കിയത്. അവര് വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷമാണ് തനിക്ക് പ്രൊട്ടൈം സ്പീക്കർ ആകാൻ താല്പര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീരേന്ദ്രകുമാറിനെയും ഒപ്പം തന്നെ കൊടിക്കുന്നിലിനെയും പരിഗണിച്ചത്. വീരേന്ദ്രകുമാർ BJP-കാരനായതുകൊണ്ട് വീരേന്ദ്രകുമാറിനെ പ്രൊട്ടൈം സ്പീക്കറാക്കി. അപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് കീഴ്വഴക്കമുണ്ടല്ലോ. അതെ നികേഷ്, നമ്മൾ ഈ തർക്കിക്കുന്നത് എഴുതപ്പെടാത്ത നിയമത്തിന്റെ പേരിലാണ്. കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് ആണ്, റിട്ടൺ ലോ അല്ല. സുപ്രീം കോടതി വിധിയുമില്ല, എഴുതപ്പെട്ടതുമല്ല. അപ്പോൾ കാലാകാലങ്ങളിൽ പല തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ പുതിയ കീഴ്വഴക്കമായി മാറും. കീഴ്വഴക്കങ്ങളും കൺവെൻഷൻസും ട്രഡീഷൻസും ഉണ്ടാവുന്ന എപ്പോഴാണ്? ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന സംഭവങ്ങൾ പിന്തുടരപ്പെടുമ്പോഴാണ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിലൂടെ 10 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ഒരു തെറ്റുമില്ല. അതേപോലെ 56, 77 ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇതിന് പുതിയൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ഇത് അവരുടെ വ്യാഖ്യാനവും ഞങ്ങളുടെ വ്യാഖ്യാനവും തമ്മിൽ യോജിക്കാത്തതിന് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം എഴുതപ്പെടാത്ത നിയമമാണ്. 56 കാര്യത്തിനകത്ത് നമുക്ക് എങ്ങനെയാണ് സീനിയോറിറ്റി എന്ന് പറയുന്നതൊക്കെ ഒരു കീഴ്വഴക്കമാക്കി വെക്കാൻ കഴിയുക? ഒരൊറ്റ പാർലമെന്റ് മാത്രമേ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ PDT ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭരണഘടനാ പാർലമെന്റ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഒരു കീഴ്വഴക്കമാക്കി വേണമെങ്കിൽ വെക്കാം. പക്ഷെ അത് 77 ആരാണ്? 77 അന്നത്തെ ജനസംഘം ഉൾപ്പെട്ട ഭരണമാണ് ഇതേ കീഴ്വഴക്കം ലംഘിച്ചത്. അല്ല, അന്നത്തെ ജനസംഘത്തിന്റെ ഉൾപ്പെട്ട ഭരണത്തിൽപ്പെട്ടവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരാ. ഇന്ദിരാഗാന്ധിയുടെ ധനകാര്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ഭായി ആണ് അന്ന് പ്രസിഡന്റ്, അല്ല പ്രധാനമന്ത്രി. അറിയില്ലേ? ഞാൻ ഒറ്റ കാര്യം, താങ്കൾ ചോദിച്ചു ഭയമുണ്ടോന്ന്. അയ്യോ, അതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ ശ്രമിച്ചു നോക്കട്ടെ.
ഞങ്ങളെ കൂട്ടത്തിൽ നാളെ അടർത്തി മാറ്റി സ്പീക്കർ സ്ഥാനാർത്ഥിയൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യട്ടെ. അതൊക്കെ ജനാധിപത്യമല്ലേ, അവർ ശ്രമിക്കട്ടെ. എന്ത് ഭയക്കാൻ, ജനാധിപത്യത്തിൽ അങ്ങനെ ഭയമുള്ളവരാണ്. പോകുന്നതിന് മുമ്പ് വളരെ ചുരുക്കി സമ്പത്ത് താങ്കളുടെ മറുപടി. ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ശ്രീ പത്മനാഭനോട് എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ BJP ഇപ്പോൾ നികേഷ് ചോദിച്ചതിൽ എവിടെയെങ്കിലും നമ്മളൊരു അപഭ്രംശം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അബറേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടായി, അല്ലെങ്കിൽ ചട്ടങ്ങളുടെ ലംഘനത്തെ സംബന്ധിച്ചല്ല ഞാനിപ്പോൾ ചർച്ചയിൽ വരുന്നത്, ഇത് ഉണ്ടായെങ്കിൽ അതാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ടതോ. അതല്ല നമുക്ക് എഴുതപ്പെട്ടതായ ഒരു നിയമം, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, അത് റൂൾസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, അത് നമ്മുടെ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അത് അവലംബിക്കുമോ ഇല്ലയോ. ഇവിടെ മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഈ ദളിതരെ ഒഴിവാക്കുന്നു, അത്തരം ചില വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ചർച്ചകൾ ഞാനിത് പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ഭരണഘടനയിലെ 79ാമത്തെ അനുച്ഛേദം ആർട്ടിക്കിൾ 79 ഇങ്ങനെയാണ് പറയുന്നത്: Constitution of Parliament, there shall be a parliament for the Union which shall consist of the President and 2 houses to be known respectively as the Council of States and the House of the People. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം, ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന മന്ദിരം, എവിടെ അതിന് ഒരു സെൻട്രൽ ഹാള് പോലും ഇല്ലാത്തതായ ഒരു മന്ദിരം. ആ മന്ദിരം അത്തരത്തിൽ വലിയ വാദ്യഘോഷാദികളോടുകൂടി അത്തരത്തിൽ അത് വലിയ ഒരു ചടങ്ങായി അത്തരത്തിൽ നടത്തുമ്പോൾ ആ ഗൃഹനാഥ ക്ഷണിക്കപ്പെടുന്നില്ല. ആരെ? രാഷ്ട്രപതിയെ ക്ഷണിക്കുന്നില്ല. രാഷ്ട്രപതി ആദിവാസിയാണോ വിധവയാണോ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. അതെ, ഇത് രാഷ്ട്രപതി ഇല്ലാതെ എങ്ങനെ പാർലമെന്റ്? നികേഷ്, രാഷ്ട്രപതി ഇല്ലാതെ എങ്ങനെ പാർലമെന്റ്? രണ്ടാമത്തെ കാര്യം, ശ്രീ PDT ആചാര്യ പറഞ്ഞതിന്റെ തുടർച്ചയായി ഞാനൊന്ന് ചോദിക്കട്ടെ. 17ാം ലോക്സഭയുടെ ഉണ്ടോ? ഇല്ല. ഈ 2018 പാർലമെന്ററി കമ്മിറ്റി ഏറ്റവും ഒടുവിൽ ചേർന്നിട്ടുള്ളത് കമ്മിറ്റിയെ ചേർന്നിട്ടില്ല. പുതിയ കാലഘട്ടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് എന്നാണ് നേരത്തെ ശ്രീ പത്മനാഭൻ പറയുന്നത്. ശ്രീ രാജു P. നായർ, നോക്കൂ, പാർലമെന്റാണ് ഇനി മുഖ്യ സമര മാർഗമെന്നാണ് ഇന്ത്യ ബ്ലോക്ക് കരുതിയിരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് കരുതിയിരിക്കുന്നതെങ്കിൽ 16-17 പാർലമെന്റ് എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെയാണ് 18ാം പാർലമെന്റിനെയും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. നികേഷ്, എനിക്ക് അല്പം സമയം തരണം, കാരണം ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട്. കാരണം ആദ്യത്തെ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത് നികേഷ് പറഞ്ഞത് കൂട്ടിച്ചേർത്ത് പറയാം. ഇത് ഒരു മൈൻഡ് ഗെയിമാണ്. ഇപ്പൊ പ്രോടൈം സ്പീക്കറിനെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ പ്രോടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനം എടുക്കില്ല, മറിച്ച് ഞങ്ങൾ നേരത്തെ പുലർത്തിപ്പോന്ന ഞങ്ങളുടെ ആധിപത്യത്തിലുള്ള തീരുമാനം മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് കൂടി നമുക്ക് കാണേണ്ടി വരും. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു റീസൺ നമുക്ക് പറയാം. കാരണം പ്രോടൈം സ്പീക്കറിനെ സംബന്ധിച്ചോളം ഈ ഗവൺമെന്റിനെ നിലനിർത്താനോ അല്ലെങ്കിൽ വോട്ടിങ്ങിലോ ഒന്നും ഒരു റോളും ഇല്ലാത്ത ഒരാളാണ്. വെറും ആ സത്യപ്രതിജ്ഞയ്ക്ക് മാത്രം മേൽനോട്ടം വഹിക്കേണ്ട ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നടപ്പാം. ഇപ്പോ ശ്രീ നികേഷ് ചോദിച്ചല്ലോ, ഇതിങ്ങനത്തെ ഒരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണോ? അതെ, ആ അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു എന്നുള്ള. കാരണം അവിടെ പരാജയം നിൽപ്പുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇനി ഒറ്റയ്ക്കുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മാച്ചോയിസം ഞങ്ങൾക്ക് വിട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കൂ നികേഷ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ ഓർത്തു നോക്കൂ. ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഭരണഘടനയെ തൊട്ട് ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ സഗൗരവ പ്രതിജ്ഞയോ എടുത്തുകൊണ്ട് ഈ നാളുകൾ മുഴുവൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഴുവൻ ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ജയ് ശ്രീറാം എന്നുൾപ്പെടെയുള്ള ഇവർ രാഷ്ട്രീയ ആയുധമാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ പേരുകൾ ഉപയോഗിച്ച് പ്രഖ്യാപിച്ച് ആ പാർലമെന്റിനകത്ത് ഏറ്റവും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയാണ്. നികേഷ്, ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ. കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറായിട്ടിരിക്കുന്ന ആ പാർലമെന്റിൽ
ഈ തോന്നിയാസം നടക്കുമോ? ഈ തോന്നിയാസം നടത്താൻ പറ്റുമോ? ഇപ്പൊ ഇത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കറിയാം 2019 അതേ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം പാർലമെന്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പദ്ധതി ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സത്യപ്രതിജ്ഞയിൽ നടത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസുകാരനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറായിട്ട് അവിടെ ഇരുന്നാൽ അത്തരത്തിൽ ജയ് ശ്രീറാമും അല്ലെങ്കിൽ മറ്റ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ നടക്കുമോ? അവിടെ വലിയ ഒരു ഘടകമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ്, ഈ 2-3 കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള ഒരു മൈതാന പ്രാസംഗികന്റെ പോഡിയമാകാൻ പാർലമെന്റിനെ കൊടിക്കുന്നിൽ അനുവദിക്കില്ല. ഗോഗ്വ വിളികൾ പറ്റില്ല, മോഡി മോഡി ജയ് ശ്രീരാം വിളികളൊന്നും പറ്റില്ല. അത് തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട്. കേരളത്തിൽ ആദ്യമായി ദൈവനാമത്തിലും ധൃതപ്രതിജ്ഞയുമല്ലാതെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അത് UDFന്റെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. ഓർമ്മയുണ്ടോ? അദ്ദേഹം ദൈവനാമത്തിലും അല്ല ദൃഢപ്രതിജ്ഞയല്ല. ആദ്യം ലംഘിച്ചത് കേരളത്തിൽ നിങ്ങളാ. വെറുതെ രാജു പി നായരെ ചരിത്രം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുത്. കേരളത്തിൽ അത് ആദ്യം ചെയ്തത് നിങ്ങളാ. ശ്രീനാരായണ ഗുരു ഗുരുവിന്റെ പേരിലാണ്. ആ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് വലിയ അപമാനമായിട്ട് മാറിയോ? ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ പോലും നിങ്ങൾക്ക് അപമാനമായിട്ട് മാറിയോ? അതൊരു നിയമപ്രശ്നമായിരുന്നു. ആ നിയമപ്രശ്നം അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണോ 2019 തെരഞ്ഞെടുപ്പ് പാർലമെന്റ് നടന്നത്? ശ്രീരാമൻ ദൈവമാണോ? ശ്രീരാമൻ ദൈവമാണോ? രാജു പി നായർ പറ. നിങ്ങൾക്ക് ശ്രീരാമൻ ദൈവമല്ലെങ്കിൽ അത് നിങ്ങളുടെ അല്ല, ശ്രീരാമൻ ദൈവമല്ല എന്ന് രാജു പി നായരോ കോൺഗ്രസോ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പേര് പറയുന്നത് UDF ഭരണകാലഘട്ടത്തില് ദൈവത്തിന്റെ നാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളത് ഈഴവർ അംഗീകരിക്കുന്ന കാര്യമല്ല, കേരളം അംഗീകരിക്കുന്ന കാര്യമല്ല. കേസായിരുന്നു. നിങ്ങളാ ഈ ശ്രീരാമൻ ദൈവമാണോ? ആണോ രാജു പി നായർ? അല്ലെങ്കിൽ അല്ല എന്ന് പറ. ചന്തയുടെ ഉണ്ടെങ്കിൽ പറ അല്ല എന്ന് പറ. ശ്രീരാമൻ ദൈവമാണോ ദൈവമല്ലെന്നുള്ളതല്ല, ഒരു ദൈവനാമത്തിൽ പകരം അവരുടെ ദൈവത്തിന്റെ പേരെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം അത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വിവരക്കേട് പറയരുത്, വിവരക്കേട് വന്നിട്ട് പറയരുത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഭരണഘടന എടുത്തുകൊണ്ട് ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് മനസ്സിലാക്കൂ. ഉസ്താദുമാരെ നിങ്ങൾ വിവരക്കേട് തുടങ്ങി വെച്ചത് നിങ്ങളാ. അതിന്റെ ഫലം അനുഭവിക്കുക. ഞങ്ങളോട് വെക്കട്ട് കയറണ്ട. ഞങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടി കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് വിവരക്കേട് പറയുന്നത്. 67 ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നിട്ടില്ല. അതിനെന്താ ന്യായം? പറ. 67 35 സീറ്റുള്ള ജനസംഘത്തിന് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾക്ക് ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ശ്രീറാം എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ടോ? അങ്ങനെ ഒരു പാർലമെന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾ മൈതാനത്ത് നടത്തുന്ന ഒരു പ്രസംഗം പോലെ ആക്കിയാൽ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കൊടിക്കുന്നിൽ സുരേഷ് അവിടെ നടക്കില്ല. നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ വേവലാതി. ശ്രീരാമൻ ദൈവമല്ല എന്നാണ് അഭിപ്രായമെങ്കിൽ അത് പറ. അതങ്ങ് പറ. തന്റെ ഇടം കാണിക്ക്. ഒരു ദൈവത്തിന്റെ പേര് കഴിയില്ല. ദൈവനാമം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ദൈവനാമം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു ദൈവത്തിന്റെ പേരും അവിടെ പറയാൻ പറ്റില്ല. ലോക്സഭയിലെ അല്ല, ഈ തർക്കം വേണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ള ഈ പുസ്തകം ദയവായി ഒന്ന് വായിച്ചു നോക്കുക. അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാനും അത്തരത്തിൽ ഏതെങ്കിലും തങ്ങളുടെ വിശ്വാസം എന്തിനേറെ പറയുന്നു, ഷോൾ അത്തരത്തിൽ ധരിക്കുക, ഒരു ബാഡ്ജ് ധരിക്കുക, തന്റെ രാഷ്ട്രീയ പാർട്ടിയുടേതായ കൊടിയടയാളം ധരിച്ചു വരിക, അതടക്കം ഇത് ഈ പുസ്തകം അനുസരിച്ച് അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സഭയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. രാജു പി നായർ, അഡ്വക്കേറ്റ് പത്മനാഭൻ, PDT ആചാര്യ, സമ്പത്ത്, കൊടിക്കുന്നിൽ സുരേഷ്, നന്ദി സഹകരിച്ചതിന്. Debate with MV